നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് സന്നിധിയോട് അടുത്തു വരുന്നു. ഈ നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ സഭായോഗത്തിൽ കടന്നു വന്ന അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങളെ നിൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം സംസാരിപ്പാൻ കർത്താവ് തരുന്ന കൃപകൾക്കായി സ്തോത്രം. ഈ തിരുവചനം ഏതാത്മാവിൽ എഴുതപ്പെട്ടോ അതേ ആത്മാവിൽ നിൻ്റെ കുഞ്ഞുങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവോട് എന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ സാന്നിധ്യത്തിൻ്റെ മറവിൽ അപ്പാടിയനെ അവിടുന്ന് നിർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ മക്കളെയും സ്തോത്രത്തോടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് കർത്താവ് പറഞ്ഞയക്കണേ. ഇവരുടെ ആവശ്യഭാരങ്ങളെല്ലാം കൈകളിൽ ഏൽപ്പിക്കുന്നു. ദുഷ്ടൻ ദൃഷ്ടി വെക്കുവാൻ കഴിയാതെ പരിശുദ്ധാത്മാവിൻ്റെ ആഴമേറിയ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ആയിരിക്കാൻ കർത്താവ് കൃപ കൊടുക്കണം. പരിശുദ്ധാത്മാവ് ഓരോ കുഞ്ഞുങ്ങളോടും സംസാരിക്കണം. വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങളുടെ മുമ്പിൽ തുറക്കണം. ഹല്ലേലൂയ. മുൻഭിത്തികൾ ഇടിയണം. സംശയങ്ങളും അവിശ്വാസങ്ങളും വിട്ടുമാറണം. ദൈവത്തിൻ്റെ ആത്മശക്തി തന്നെ ഇതിൻ്റെ അകത്ത് ചലിക്കണം. കർത്താവ് അത് ചെയ്തുകൊണ്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥന കേട്ട കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ആമേൻ. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച പ്രിയ രഞ്ജിത്ത് പാസ്റ്റർ, പ്രിയപ്പെട്ട സ്തോത്രം ഹല്ലേലൂയ പാസ്റ്ററുടെ കൂട്ടുദാസി, ആമേൻ, എല്ലാവരെയും കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ അഭിഷിക്തന്മാരെല്ലാം മധ്യത്തിലുണ്ടല്ലോ. എനിക്ക് ആരെയും അത്ര പരിചയമില്ല, സ്തോത്രമെങ്കിലും എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഹല്ലേലൂയ സ്തോത്രം ഒരുക്കി തന്ന കർത്താവിൻ്റെ അഭിഷിക്തനോടുള്ള നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. രഞ്ജിത്ത് പാസ്റ്റർ ദുബായിൽ വരുന്ന സമയത്തൊക്കെയും സ്തോത്രം അവിടുത്തെ നമ്മുടെ ചർച്ചിൽ വന്ന് ശുശ്രൂഷിക്കാറുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പരിശുദ്ധാത്മാവ് കൈകളിലെടുക്കുന്ന കർത്താവിൻ്റെ ഒരു അഭിഷിക്തനാണ് രഞ്ജിത്ത് പാസ്റ്റർ. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്കൊക്കെ ഒത്തിരി അനുഗ്രഹമായിരുന്നു. തുടർന്നും കർത്താവിൻ്റെ അഭിഷിക്തനെ കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കട്ടെ എന്ന് കർത്താവിൽ ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലത്തെ അല്പസമയ ദൈവിക വചന ചിന്തയ്ക്ക് വേണ്ടി ആമേൻ ഒരു വേദവാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 8-ാം അധ്യായം 47. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. സ്തോത്രം. ആമേൻ. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുകയാണ്. ആമേൻ. അത് വേറൊരു വേർഷനിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ ഉള്ളവൻ അവൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്നുള്ളവൻ അവൻ്റെ വാക്ക് കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കിന്ന് പകൽക്കാലം ഉറപ്പുണ്ടോ നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്ന്? പ്രൈസ് ദി ലോർഡ്. ഉറപ്പുണ്ടോ നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്ന്? പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് നാം ദൈവത്തിൽ നിന്നുള്ളവരായത്? ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം ഓരോരുത്തരും കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ഹല്ലേലൂയ സ്തോത്രം ആമേൻ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളായി. പ്രൈസ് ദി ലോർഡ്. ദൈവ സന്തതികളായി. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ നമ്മൾ ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കെടുന്ന ബീജത്താലല്ല, കെടാത്തത് ആമേൻ ഹല്ലേലൂയ കെടാത്തത് ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഒന്നാമത്തെ കാര്യം, കെടുന്ന ബീജത്താലല്ല, കെടാത്തത് ജീവനുള്ളത് നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനത്താൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം എങ്ങനെയാണ് വീണ്ടും ജനിച്ചത്? ദൈവത്തിൻ്റെ വചനത്താൽ നാം വീണ്ടും ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനത്താൽ. പ്രൈസ് ദി ലോർഡ്. നാം എപ്പോഴോ സുവിശേഷം കേട്ടു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സുവിശേഷത്തിൻ്റെ ശക്തിയാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം ഓരോരുത്തരും വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. നാം ഓരോരുത്തരും വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നോക്കുക, ആദാമിയ പാപത്താൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ മനുഷ്യരാശി മുഴുവൻ
പാപത്തിന്റെ ബന്ധനത്തിലായിരുന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപാവരമോ അത് ക്രിസ്തു യേശുവിൽ നിത്യ ജീവൻ തന്നെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ക്രിസ്തു യേശുവിൽ നിത്യജീവൻ തന്നെ. ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, കെടുന്ന ബീജത്താലല്ല, പ്രൈസ് ദി ലോർഡ്, കെടാത്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കെടുന്ന ബീജത്താൽ എനിക്കൊരു ജനനം ഉണ്ടായിരുന്നു. അതേത് ജനനമാണ്? എൻ്റെ മാതാപിതാക്കളുടെ ഒരു മകനായി ഞാൻ ജനിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? എൻ്റെ പേര് പഞ്ചായത്തിൽ എഴുതപ്പെട്ടു, എൻ്റെ പേര് പാസ്പോർട്ടിൽ എഴുതപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ എൻ്റെ പേര് എഴുതപ്പെട്ടത്, ഹല്ലേലൂയ, സ്തോത്രം, എൻ്റെ പേര് എഴുതപ്പെട്ടത് പഞ്ചായത്തിലല്ല, പാസ്പോർട്ടിലല്ല, മറിച്ച് എവിടെ എഴുതപ്പെട്ടു? എൻ്റെ പേര് എഴുതപ്പെട്ടത് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടത് കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ പൗരത്വമോ ഈ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, എവിടെയാണ്? സ്വർഗത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്. സ്തോത്രം. അപ്പോൾ പൗരത്വം സ്വർഗത്തിലാക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ സ്വർഗീയ പാസ്പോർട്ട് നമുക്കെല്ലാവർക്കും ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോകുമ്പോൾ അവിടെ പോകുന്ന ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ പാസ്പോർട്ട് ലഭിക്കണമെന്നല്ലേ. എന്നാൽ നോക്കുക, നാം യേശുവിനെ സ്വീകരിച്ചപ്പോൾ അമേരിക്കൻ പാസ്പോർട്ടല്ല നമുക്ക് ലഭിച്ചത്, സ്വർഗീയ പാസ്പോർട്ട് നമുക്ക് ലഭിച്ചു. കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, നോക്കിക്കേ, ഒന്നാമത്തെ കാര്യം പറയുകയാണ്, ആമേൻ, സ്വർഗീയ പാസ്പോർട്ട് ലഭിച്ച, അല്ലെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ദൈവത്തിന്റെ മക്കൾക്ക് ചില പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, കെടാത്തത്, ജീവനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? കെടത്തില്ല. പറഞ്ഞേ, കെടത്തില്ലെന്ന് പറഞ്ഞേ. അടുത്തയാൾക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ കെടുത്തുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്നെ കെടുത്തുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാര്യം എന്താണെന്ന് അറിയാവോ? ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. സദൃശവാക്യം 20-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം നോക്കി. സദൃശവാക്യം, ആമേൻ, 20-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ, ഹല്ലേലൂയ, സ്തോത്രം, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ നോക്കിക്കേ, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ആത്മാവ് എന്താണ്? അത് ദൈവത്തിൻ്റെ ദീപമാണ്. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് വെളിപ്പെട്ട ദാവീദ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാവോ? നീ എൻ്റെ ദീപത്തെ കത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എന്നിട്ട് പറയുക, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. കരങ്ങൾ അടിച്ചു ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം ദാവീദ് പറയുകയാണ്, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ പറ, എൻ്റെ അകത്തുള്ള ആത്മാവ് അത് ദൈവത്തിൻ്റെ ദീപമാണെങ്കിൽ, അത് കത്തിച്ചത് ദൈവമാണെങ്കിൽ, ഹല്ലേലൂയ, ഈ അഖിലാണ്ടത്തിൽ ഒരു ശക്തിക്കും അതിനെ കെടുത്തുവാൻ കഴിയത്തില്ലെന്ന് വിശ്വാസമുള്ള ദൈവത്തിന്റെ മക്കൾ ഉണ്ടെങ്കിൽ രണ്ട് കരങ്ങൾ അടിച്ചു ദൈവത്തോട് പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാര മണ്ഡലങ്ങൾക്ക് കെടുത്താൻ കഴിയാത്ത ദാവീദ് പറയുകയാണ്, നീ എൻ്റെ അന്ധകാരത്തെ പ്രകാശപൂർണമാക്കും. പ്രൈസ് ദി ലോർഡ്. നീ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. കരങ്ങൾ അടിച്ച് ഹല്ലേലൂയ. ദൈവം നിന്റെ ആത്മാവിനെ കത്തിച്ചാൽ ഈ അഖിലാണ്ടത്തിൽ ഒന്നിനും നിന്നെ കെടുത്താൻ കഴിയത്തില്ല. ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും നിന്നെ ഇല്ലായ്മ ചെയ്യാൻ കഴിയത്തില്ല. കാര്യമെന്താ? നിന്നെ കത്തിച്ചത് മനുഷ്യനല്ല, നിന്റെ ആത്മാവിനെ കത്തിച്ചത് ദൈവമത്രേ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം. വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഹല്ലേലൂയ ഇരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങൾ ഇരിക്കേണ്ടതിന്, വരം ലഭിക്കേണ്ടതിന്
ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട്. വിശ്വാസത്താൽ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് വചനം പറയുന്നത് ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദീപത്തെ കത്തി, ആമേൻ, ആത്മാവ് ദൈവത്തിന്റെ ദീപമാണെങ്കിൽ മനുഷ്യനല്ല അതിനെ കത്തിക്കുന്നത്. അതിനെ കത്തിക്കുന്നത് ദൈവമാ. അതിനെ കത്തിക്കുന്നത് ദൈവമാ. ദൈവം കത്തിച്ചതിനെ കെടുത്തുവാൻ ഈ അഖിലാണ്ടത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് ദാവീദ് എന്താ പറഞ്ഞെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. 81 സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എന്റെ വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് വന്ന് നോക്കിയേ, ശത്രു അവനെ തോൽപ്പിക്കത്തില്ല. പറ, എന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ആരെ കൊണ്ട് കഴിയത്തില്ല. കാര്യം ഹല്ലേലൂയ, I am something special ആണ്. ഹല്ലേലൂയ, ഞാനൊരു അസാധാരണ മനുഷ്യനാണ്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളുണ്ടെങ്കിൽ രണ്ട് കരങ്ങൾ അടിച്ചിട്ട് പറ, പെരിശിബിളല്ലാത്തതൊന്ന് ഹല്ലേലൂയ എന്റെ അകത്തുണ്ട്. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. ഓ, ആർക്കും നശിപ്പിക്കാൻ കഴിയാത്തത്. ഹല്ലേലൂയ, മന്ത്രവാദിക്ക് നശിപ്പിക്കാൻ കഴിയാത്തത്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ആഭിചാരകനെ നശിപ്പിക്കാൻ കഴിയാത്തത്. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ശത്രു നിന്നെ തോൽപ്പിക്കത്തില്ല. വശലൻ അവനെ പീഡിപ്പിക്കത്തില്ല. എന്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും. കരങ്ങൾ അടിച്ചു ദൈവത്തിന് സ്തോത്രം പറ. ഹല്ലേലൂയ, എന്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദേ, അങ്ങ് പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, നീ എന്റെ ദീപത്തെ കത്തിക്കും. ദൈവം പറഞ്ഞു, എന്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാട്ടെ, സന്തോഷത്തോടെ പറഞ്ഞാട്ടെ. നോക്കിക്കേ, കത്തിച്ചവൻ ദൈവമാണെങ്കിൽ അതിനെ കെടുത്താൻ ഈ ലോകത്തിൽ ആരെ കൊണ്ടും കഴിയത്തില്ല. ഹല്ലേലൂയ. മന്ത്രവാദി മന്ത്രം ചെയ്താൽ അവൻ നാട് വിട്ടോടിപ്പോകും. കാര്യമെന്താ? നിന്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഹല്ലേലൂയ, സ്തോത്രം, അവൻ നീ ശക്തിയോടെ ഒന്ന് ബലപ്പെട്ടാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നോക്കിക്കേ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ ദീപമാകുന്നു. അടുത്ത നോക്കിയേ, ആമേൻ. അത് ഉദരത്തിന്റെ അറകളെയൊക്കെയും എന്ത് ചെയ്യുന്നു? ശോധന ചെയ്യുന്നു. ഉദരത്തിന്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയയും കൂടെ പറഞ്ഞേ. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ അഖിലാണ്ടത്തിൽ ഒരു വ്യക്തി, ആമേൻ, ആർക്കും കെടുത്താൻ കഴിയാത്തതൊന്ന് എൻ്റെ അകത്തുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ആമേൻ, എൻ്റെ അകത്തുണ്ട് എന്ന് വിശ്വസിക്കണം. ആർക്കും കെടുത്താൻ ആമേൻ, പറ്റാത്തതിന്റെ കാര്യം എന്താ? കത്തിച്ചവൻ മനുഷ്യനല്ല, കത്തിച്ചവൻ സ്വർഗമാ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സ്വർഗം ഒന്നിനെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഹല്ലേലൂയ, യേശു പറഞ്ഞത് സമാധാനം ഉണ്ടാക്കാനല്ല ഞാൻ വന്നത്, തീയിടുവാനത്രേ. അതിപ്പോഴേ ഒന്ന് കത്തി തുടങ്ങിയെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വൈദ്യരെ, നീ കത്തിയാൽ നിന്റെ ഭവനം കത്തും. നിന്റെ ഭവനം കത്തിയാൽ നിന്റെ ദേശം കത്തും. നിന്റെ, ഓ ഹല്ലേലൂയ, എത്ര പേർ ആമേൻ പറയും? ഓ ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചു ദൈവത്തോട് പറ, ഓ എന്നെ ഒന്ന് കത്തിക്കണേ, എന്റെ അകത്തെ മനുഷ്യനെ ഒന്ന് കത്തിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ കത്തിയാൽ നിങ്ങളുടെ ഭവനം കത്തും. നിങ്ങളുടെ ഭവനം കത്തിയാൽ നിങ്ങളുടെ ദേശം കത്തും. നിങ്ങളുടെ ദേശം കത്തിയാൽ നിങ്ങളുടെ രാജ്യം കത്തും. ഹല്ലേലൂയ. ഉണർവ് തുടങ്ങുന്നത് അത് വ്യക്തികളിൽ നിന്ന്, അത് വ്യക്തികളിൽ നിന്ന്. ഇന്ന് പകൽ നീ ഉണർത്തപ്പെട്ടാൽ ഭവനം ഉണർത്തപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. നിങ്ങൾ ഉണർത്തപ്പെട്ടാൽ നിങ്ങളുടെ ഭവനം ഉണർത്തപ്പെടും. നിങ്ങൾ ഉണർത്തപ്പെട്ടാൽ നിങ്ങളുടെ ദേശം ഉണർത്തപ്പെടും. ഹല്ലേലൂയ. കാര്യം നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവത്തെക്കുറിച്ചൊരു തിരിച്ചറിവ്, ആ ദൈവത്തെക്കുറിച്ചൊരു തിരിച്ചറിവ് നിങ്ങളെ ഭരിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ഹോശേയ പ്രവചനത്തിൽ പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ പരിജ്ഞാനമില്ലാതെ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനമില്ലാതെ എൻ്റെ ജനം നശിച്ചു പോകുന്നു. നോക്കുക, രണ്ടാമത്തെ കാര്യം പറയുകയാണ് ആമേൻ സ്തോത്രം. ഒന്നാമത്തേത് പറഞ്ഞു കെടുത്തില്ല. കാര്യം കത്തിച്ചവൻ കർത്താവായതുകൊണ്ട് കെടുത്താൻ ആരെ കൊണ്ടും കഴിയത്തില്ല. രണ്ടാമത്തേത് നോക്കി, ഇത് ജീവനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇതെന്തുള്ളതാ പറഞ്ഞ്? ജീവനുള്ളതാന്ന് പറ. ആമേൻ. എൻ്റെ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ, അത് വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ജീവനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അവനിൽ എന്തുണ്ട്? ജീവൻ. യോഹന്നാൻ 1:4 പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അടുത്തത്, ആ ജീവൻ എന്താണ്? മനുഷ്യന്റെ വെളിച്ചമാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ദൈവത്തിൽ ഉണ്ടാക്കപ്പെട്ടതല്ല, അവനിൽ ഉള്ളതാണ് ജീവൻ. ആമേൻ. അവനിൽ ഉള്ളതാണ് ജീവൻ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അടുത്ത നോക്കിയേ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ എന്താണ്? മനുഷ്യന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ വെളിച്ചമാകുന്നു. അടുത്തത് ആമേൻ ഹല്ലേലൂയ ആമേൻ 9ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഹല്ലേലൂയ സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന, ഓ ഹല്ലേലൂയ, എത്ര പേർക്ക് ഉള്ളിൽ അത് കേറുന്നുണ്ട്? ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഓ, ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. എന്തിനാ സത്യ വെളിച്ചം വന്നത്? എന്തിനാ ജീവൻ വെളിപ്പെട്ടത്? അന്ധകാരത്തിൽ കിടന്ന ഹല്ലേലൂയ സ്തോത്രം എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ കർത്താവിന്റെ വചനം പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവനുടെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ഹല്ലേലൂയ വിളിച്ചവരുടെ സൽഗുണങ്ങളെ ഘോഷിപ്പിക്കാൻ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്ന് പകലും വന്നുകൊണ്ടിരിക്കുകയാ. എന്തിനു വേണ്ടിയാ? വിശ്വസിക്കുന്നവരുടെ ഒക്കെ ഉള്ളിൽ വ്യാപരിക്കാൻ, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഇവിടെ വചനം പറയുകയാണ് ആമേൻ ജീവനുള്ളത്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു കർത്താവ് നിന്നുകൊണ്ടൊരു കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ദാഹിക്കുന്നവരേവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ അടുക്കൽ വരുവീൻ. എന്നിട്ട് എന്താ പറഞ്ഞത്? വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ. ആമേൻ സ്തോത്രം. ആമേൻ. ബൈബിളിൽ എഴുതി വെച്ചു ജീവജല നദികൾ ഒഴുകും. ഞാൻ പറയും ജീവജല നദിയല്ല, ഹല്ലേലൂയ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവൻ ഒഴുകും. കരങ്ങൾ അടിച്ചു ദൈവത്തിന് സ്തോത്രം പറ. ഇന്ന് പകൽ എന്തിനാ ജീവൻ ഒഴുകുന്നത്? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്നത് എന്താ? അവന്റെ മേൽ പകരപ്പെട്ട ജീവൻ. അവന്റെ മേൽ പകരപ്പെട്ട ജീവൻ. ഹല്ലേലൂയ. ജീവൻ ഒഴുകി തുടങ്ങും. എന്താ ഒഴുകുന്നത്? ജീവൻ ഒഴുകി തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നീ ഒന്നേ ഹല്ലേലൂയ സ്തോത്രം. ഫറവോന്യ കൊട്ടാരത്തിന്റെ അകത്ത് മോശ നിൽക്കുക. നിങ്ങൾക്കറിയാം മോശയുടെ ചരിത്രം. ആമേൻ ഹല്ലേലൂയ. മോശ ആമേൻ മോശ ഹല്ലേലൂയ സ്തോത്രം ജനനം മുതൽ ദൈവത്തിനു വേണ്ടി ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു ദാസനായിരുന്നു മോശ. ജനനം മുതൽ അദ്ദേഹത്തിന് പ്രതികൂലമുണ്ട്. അവന്റെ അമ്മ 3 മാസം അവനെ ഒളിപ്പിച്ചു വെച്ചു. ഞങ്ങളുടെ പെട്ടകത്തിന്റെ അകത്ത് അവനെ ഹല്ലേലൂയ സ്തോത്രം പിന്നത്തേതിൽ ഒഴുക്കി വിട്ടു.
സ്തോത്രം. കൊട്ടാരത്തിൽ നിന്നൊരു ഹല്ലേലൂയ കൽപ്പന പുറപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. ശിശുക്കളെ എന്ത് ചെയ്യണം? നൈൽ നദിക്കകത്ത് എറിഞ്ഞു കൊല്ലണം അല്ലേ? ഈ കൽപ്പന പുറപ്പെട്ട അതേ കൊട്ടാരത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ഒരു ദാസനായിട്ടല്ല, രാജാവിന്റെ പുത്രിയുടെ മകൻ എന്ന നിലയിൽ വളർത്തപ്പെട്ടവനാ മോശ. ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാം. ഏതു മണ്ഡലം നിന്നെ തകർക്കുമെന്ന് പറയുന്നു, അതേ മണ്ഡലത്തിൽ തന്നെ നിന്നെ വളർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം പറയും തകർക്കുമെന്ന്, സ്വർഗം പറയും തകർക്കാനല്ല ഞാൻ വിളിച്ചത്, ഞാൻ ജീവൻ പകരാനാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവൻ പകരാനാ. ഏതു കൊട്ടാരത്തിൽ നിന്ന് കൽപ്പന വന്നോ ആ കൊട്ടാരത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പദവിയിൽ മോശെ ആ കൊട്ടാരത്തിൽ വളർന്നു. 40 വർഷം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങി. എന്താ? മിസ്രൈമ്യ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നവൻ എണ്ണി കൊട്ടാരം വിട്ട് പുറത്തിറങ്ങി. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അകത്തൊരു ചിന്തയുണ്ട്. താൻ ചെല്ലുമ്പോൾ തന്റെ സഹോദരങ്ങൾ തന്നെ ചേർത്ത് പിടിക്കും. എന്നാൽ എന്താ ചെയ്തത്? സഹോദരങ്ങൾ ചോദിക്കുക, നിന്നെ ആരാ ഞങ്ങൾക്ക് ന്യായാധിപനും കർത്താവുമാക്കി വെച്ചത്? മോശയെ ഉന്തിക്കളഞ്ഞു. ഹല്ലേലൂയ. ഫറവോന്റെ കൊട്ടാരത്തിന്റെ അകത്ത് മോശ ഒരു മിസ്രൈമിനെ കൊന്നു എന്ന വാർത്തയുണ്ടായി. അദ്ദേഹം ഹല്ലേലൂയ രാജ്യം വിട്ട് ഓടേണ്ടി വന്നു. എവിടെയാ ചെന്നത്? യിത്രോയുടെ വീട്ടിൽ, ഒരു ജാതീയ പുരോഹിതന്റെ വീട്ടിൽ. ഹല്ലേലൂയ സ്തോത്രം. മോശ ചെന്ന് അഭയം പ്രാപിക്കേണ്ട ഗതികേട് ആ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു. 40 വർഷക്കാലം മരുഭൂമിക്കകത്ത് ആ മനുഷ്യൻ അലഞ്ഞു. മരുഭൂമിക്കകത്ത് ആ മനുഷ്യന്റെ ത്വക്കുകൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ചുളിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിൽ ആ മനുഷ്യൻ തകർന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം ഹോരേബിൽ കണ്ട മുൾപ്പടർപ്പ് അദ്ദേഹത്തെ വീണ്ടും ദൈവത്തോട് അടുപ്പിച്ചു. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളൊന്നുകൂടെ ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. മോശ കൊട്ടാരം വിട്ടിറങ്ങുമ്പോൾ മോശയുടെ ഹൃദയത്തിന്റെ അകത്തൊരു ചിന്തയുണ്ട്, തന്റെ സഹോദരന്മാർ ചേർത്ത് പിടിക്കും. സഹോദരന്മാർ ചേർത്ത് പിടിക്കാതിരുന്നപ്പോൾ അദ്ദേഹം ചെന്നത് യിത്രോയുടെ വീട്ടിലാ. യിത്രോയി ഒരു ജാതീയ പുരോഹിതനാ. ഹല്ലേലൂയ. അവൻ പുരോഹിതന്റെ മകളെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അദ്ദേഹം വിവാഹം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. വിവാഹം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ സ്തോത്രം. യിത്രോയി ഹല്ലേലൂയ മോശയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. എന്താണെന്നറിയാവോ? ഹല്ലേലൂയ ശരിയാ, എൻ്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരും. എന്നാൽ ഉടമ്പടി എന്താണെന്നറിയാവോ? ഹല്ലേലൂയ സ്തോത്രം. നിന്റെ സമ്പ്രദായ പ്രകാരം എൻ്റെ മകളുടെ മക്കളെ വളർത്താൻ പാടില്ല. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ സമ്പ്രദായ പ്രകാരം എന്ന് പറഞ്ഞാൽ ജാതീയ പശ്ചാത്തലത്തിൽ സിപ്പോറയ്ക്കുണ്ടാകുന്ന മക്കളെ വളർത്തുവാനുള്ള ഒരു ഉടമ്പടി അവര് തമ്മിൽ ഒപ്പുവെച്ചു. യഹൂദന്റെ ഉടമ്പടി ഹല്ലേലൂയ ഒപ്പുവെക്കുന്നവന് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ തുടർന്ന് വായിക്കുമ്പോൾ അറിയാം. നോക്കിയേ, ഹല്ലേലൂയ സ്തോത്രം. മോശ ജനത്തെ വിടുവിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ കടന്നു വരുമ്പോൾ അവിടെ ഒരു കാര്യം സംഭവിച്ചു. മോശയെ കൊല്ലുവാൻ വേണ്ടി ഒരു ദൂതൻ വെളിപ്പെട്ടു വന്നു. എന്താ? കവനന്റിന്റെ അകത്ത്, ഉടമ്പടിക്കകത്ത് നിൽക്കാത്ത, ഉടമ്പടി ബ്രേക്ക് ചെയ്ത മോശെ ഹല്ലേലൂയ അവൻ മോശയെ കൊല്ലുവാൻ വേണ്ടി ദൂതൻ ഇറങ്ങി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ സ്തോത്രം. സിപ്പോറ കൽക്കത്തി ഉണ്ടാക്കി ഹല്ലേലൂയ തന്റെ മക്കളുടെ അഗ്രജന്മാർ മുറിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇവർ എനിക്ക് രക്തമാണ്. ഉടമ്പടിയിൽ നിന്നും മാറിപ്പോയ മോശെ, അതിന്റെ അകത്തേക്ക് നിന്നെ മടക്കി കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് അറിയാം എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ 2 കരങ്ങൾ അടിച്ചു ദൈവത്തിന് സ്തോത്രം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ ഉടമ്പടിക്കകത്തു നിന്ന് മാറി നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം മോശെ വിളിക്കുന്നത്. വിളിച്ചു, വേർതിരിച്ചു. എങ്ങനാ വിളിച്ചത്? മോശയോട് പറഞ്ഞു, മോശെ നിന്റെ കയ്യിൽ എന്തുണ്ട്? എന്റെ കയ്യിൽ ഒരു വടി, ഒരു ചെരുപ്പ്. ചെരുപ്പ് ദൂരത്തെറിയ, വടി താഴെയിട്. കയ്യിലുള്ള വടി താഴെയിട്ടു, അതൊരു സർപ്പമായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സർപ്പത്തെ കാണുമ്പോൾ മോശ പിന്നെ ഓടേണ്ടത് എവിടം വരെയാ? ആമേൻ. അടുത്തെങ്ങും കയറി നിൽക്കാൻ ഒരു സ്ഥലമില്ല. യിത്രോയുടെ വീട് വരെ അവൻ ഓടണം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, അവൻ ഓടുവാൻ ഒരുങ്ങിയപ്പോൾ സ്വർഗം തിരിച്ചു വിളിച്ചു. ഹല്ലേലൂയ സ്തോത്രം, നീ സർപ്പത്തിന്റെ വാലെ പിടിക്ക്. പ്രൈസ് ദി ലോർഡ്. മോശ സർപ്പത്തിന്റെ വാലെ പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. അതൊരു വടിയായി തീർന്നു. നോക്കുക, മോശ പർവ്വതത്തിലേക്ക് ചവിട്ടി കയറുക. നിരാശയുള്ളവനായി, തകർന്ന ഹൃദയമുള്ളവനായി, 40 വർഷത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ദുരിതം പേറി ചവിട്ടി കയറുന്ന മോശെ ഒരൊറ്റ നിമിഷം കൊണ്ട് നിന്റെ ചരിത്രത്തെ മാറ്റി അധികാരത്തിന്റെ കൈ, അധികാരം നിന്റെ വടിയുടെ മേൽ പകർന്ന് അധികാരത്തിന്റെ വടിയുമായി നീ പർവ്വതം ചവിട്ടി ഇറങ്ങുമ്പോൾ നിനക്കൊരു കാര്യം ഉറപ്പാ. ഏത് കൊട്ടാരത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോന്നു, അതേ കൊട്ടാരത്തിൽ എന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതേ കൊട്ടാരത്തിൽ എന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? അതേ കൊട്ടാരത്തിൽ എന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആമേൻ. ഈ കൊട്ടാരത്തിന്റെ അകത്ത് മോശ ചെന്ന് നിന്നു. ആമേൻ. മോശ എന്താണ് മോശയുടെ ജീവിതത്തിൽ മോശ കണ്ട ഒരു അത്ഭുതം എന്താ? തന്റെ കയ്യിൽ 40 വർഷം ഇരുന്ന ഒരു ഉണക്കവടി. ഈ വടി ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ഇട്ടു, അപ്പോൾ അതൊരു സർപ്പമായി. അല്ലേ? അപ്പോൾ മോശയുടെ കയ്യിൽ ഒരു ടെക്നിക് ഉണ്ട്. എന്താ? വടി താഴെ ഇട്ടാൽ സർപ്പമാവും. നമ്മളും ഇങ്ങനെയൊക്കെ അല്ലേ, പല ടെക്നിക്കും ഒക്കെ ആയിട്ടല്ലേ ഇങ്ങനെ നടക്കുന്നത്, അല്ലേ? സ്തോത്രം. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ടെക്നിക് ഉണ്ട്. ഈ ടെക്നിക്ക് ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്ന് കാണിക്കുമ്പോൾ ഫറവോൻ പേടിക്കും, ജനത്തെ വിട്ടുതരും എന്ന ചിന്തയോടെ കൊട്ടാരത്തിന്റെ അകത്ത് കയറി നിൽക്കുന്ന മോശ, അദ്ദേഹം കൊട്ടാരത്തിൽ ചെന്നു, വടി താഴെയിട്ടു, സർപ്പമായി. സ്തോത്രം. ഫറവോ അവിടെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് വിരലിഞ്ഞൊടിച്ചു. അവിടെ ഇരുന്ന കംപ്ലീറ്റ് മന്ത്രവാദികൾ തങ്ങളുടെ വടിയും താഴെയിട്ടല്ലേ, അതെല്ലാം സർപ്പമായി. അപ്പോൾ മോശ പുറകോട്ട് ഇങ്ങനെ മാറി. മോശ വിചാരിച്ചു, പണി പാളി. ഇനി ഈ കൊട്ടാരം വിട്ട് ഓടിപ്പോണം. സ്തോത്രം. ഹല്ലേലൂയ. 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞ അതേ അലച്ചിലിലേക്ക് തന്നെ താൻ വീണ്ടും മടങ്ങിപ്പോകാൻ പോകുക. ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന മോശ പെട്ടെന്നൊരു കാഴ്ച കാണുക. എന്താണെന്നറിയാവോ? മോശയുടെ സർപ്പം, ഹല്ലേലൂയ, മന്ത്രവാദിയുടെ സർപ്പത്തെ വിഴുങ്ങുക. ഒന്നാമത്തെ സർപ്പത്തെ വിഴുങ്ങി, രണ്ടാമത്തെ സർപ്പത്തെ വിഴുങ്ങി, മൂന്നാമത്തെ സർപ്പത്തെ വിഴുങ്ങി. അപ്പൊ മോശ കാല് മുമ്പോട്ട് വെച്ചു. ഹല്ലേലൂയ. അവൻ കാല് മുമ്പോട്ട് വെച്ചു. അവന് മനസ്സിലായി, എനിക്ക് വേണ്ടി ഒരു സ്വർഗം ചലിക്കുന്നുണ്ട്, സ്വർഗം പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്ക്, നീ അറിയാത്ത മേഖലയിൽ നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നീ അറിയാത്ത മേഖലയിൽ നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നീ ഭയപ്പെട്ട് പിന്മാറി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തിയുടെയും ആത്മാവിനെ പകർന്നവൻ നിനക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളുണ്ടെങ്കിൽ, അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം, അവൻ പ്രവർത്തിക്കുന്ന ദൈവമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളുണ്ടെങ്കിൽ 2 കൈകൾ അടിച്ചുട്ട് പറ. ചലിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ദൈവ സാന്നിധ്യം, ഭയങ്കര ദൈവ സാന്നിധ്യം ഇതിന്റെ തടിച്ചുയരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഭയങ്കര ആത്മപകർച്ച ഇന്ന് പകൽ സംഭവിക്കണേ, സംഭവിക്കണേ. ഓരോ ജനത്തിനു മേലും ദൈവശക്തി വീഴണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചു ദൈവത്തിന് സ്തോത്രം പറ. ശക്തിയോടെ സ്തോത്രം പറ, ശക്തിയോടെ നന്ദി പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ.
സ്തോത്രം. നോക്കിക്കേ, ആമേൻ. ഇവിടെ ഈ സർപ്പം എല്ലാ സർപ്പത്തെയും വിഴുങ്ങിയിട്ട് മോശയുടെ അടുക്കൽ വന്നു നിന്നപ്പോൾ മോശ അതിനെ പിടിച്ചു. അത് വീണ്ടും പടിയായി. നോക്കിക്കേ, ആമേൻ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നിങ്ങളിൽ ഉള്ള ജീവൻ, നിങ്ങളിൽ നിന്ന് ജീവൻ ഒഴുകി തുടങ്ങിയാൽ എന്താ സംഭവിക്കുന്നത്? മോശയുടെ സർപ്പം മന്ത്രവാദികളുടെ സർപ്പത്തെ വിഴുങ്ങിയതുപോലെ, എത്ര പേർക്ക് അനുഭവിക്കാൻ കഴിയുന്നു? മോശയുടെ സർപ്പം മന്ത്രവാദിയുടെ സർപ്പത്തെ വിഴുങ്ങിയതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവൻ ഒഴുകിയാൽ ദേശത്ത് കൊടികത്തി നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ നിങ്ങളിൽ നിന്ന് ഒഴുകുന്ന ജീവൻ വിഴുങ്ങാൻ തുടങ്ങും. ജീവൻ വിഴുങ്ങട്ടെ. നിന്റെ ഭവനത്തിലുള്ള ദുർമന്ത്ര ശക്തികളെ ജീവൻ വിഴുങ്ങും. നിന്റെ ദേശത്ത് കൊടികുത്തി വാഴുന്ന അന്ധകാര മണ്ഡലങ്ങളെ നിന്നിലുള്ള ജീവൻ വിഴുങ്ങും. വിശ്വസിക്കുന്നവർ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെ ഇന്ന് പകൽക്കാലം ജീവൻ റിലീസ് ചെയ്യ, അകത്തുള്ള ജീവൻ റിലീസ് ചെയ്യ, അത് വിഴുങ്ങാൻ പോകും. ആത്മാവിൽ സഞ്ചരിക്ക്. അവൻ കൊന്നു രണ്ട് എന്ന് പറഞ്ഞ് കഴുതയുടെ പച്ചത്താടിയെല്ലാം പിടിച്ചുകൊണ്ട് ഒരുവൻ ആത്മാവിൽ സഞ്ചരിച്ചതുപോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ അല്ലെങ്കിൽ വിഴുങ്ങാൻ തയ്യാറാകെ. വിഴുങ്ങാൻ തയ്യാറാകെ. യേശുവിന്റെ നാമത്തിൽ രോഗമാണോ നിങ്ങളുടെ ഉള്ളിലുള്ള ജീവനെ റിലീസ് ചെയ്യുക. ഇന്ന് പകല രോഗം നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാൻ പോകുക. ആ പൈശാചിക സ്വാധീനം നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാൻ പോകുക. അന്ധകാര മണ്ഡലം നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാൻ പോകുക. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ പൗലോസ്ലീഹ പറഞ്ഞത്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ എന്ത് ചെയ്യും? സാത്താനെ നിങ്ങളുടെ കാലിന്റെ കീഴെയാക്കി ഹല്ലേലൂയ മെതിച്ചു കളയും. ആമേൻ. അപ്പോൾ ആരാ പ്രവൃത്തി ചെയ്യേണ്ടത്? നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഫോൺ എടുത്ത് വിളിക്കും. ഇന്ന് പകൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഫോൺ എടുത്ത് വിളിക്കാനല്ല, മറിച്ച് അകത്തിരിക്കുന്ന ശക്തിയെ നിങ്ങൾ റിലീസ് ചെയ്യണം. അകത്തിരിക്കുന്ന ശക്തിയെ. അതുകൊണ്ട് വചനം പറയുന്നത്, ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒന്നുകൂടി ആഴത്തിൽ പറഞ്ഞാൽ, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ പ്രവർത്തികളെ ഇല്ലായ്മ ചെയ്യാനത്രേ യേശു കർത്താവ് വന്നത്. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ, പിശാചിന്റെ പ്രവർത്തികളെ നിഷ്ഫലമാക്കാൻ, പിശാചിന്റെ പ്രവർത്തികളെ ഇല്ലായ്മ ചെയ്യാനോ യേശു കർത്താവ് വന്നത്. ഇന്ന് പകൽക്കാലം പിശാചിന്റെ പ്രവർത്തികൾ ഇല്ലാതെയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം നോക്കിക്കേ, നിലനിൽക്കും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവൻ വെളിപ്പെട്ടാൽ ആ ജീവൻ എന്ത് ചെയ്യും? വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദി എന്ന് പറഞ്ഞാൽ ജീവൻ ഒഴുകാൻ തുടങ്ങിയാൽ, ആ ജീവൻ ഒഴുകാൻ തുടങ്ങിയാൽ നിങ്ങളൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകും. നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിലുള്ള ദുർഭൂത ശക്തികൾ ഇറങ്ങിപ്പോകും. എത്ര പേർക്ക് വിശ്വാസമുണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ചെയ്യാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. മരണകരമായി എന്തു കുടിച്ചാലും നിങ്ങൾക്ക് ഹാനി വരത്തില്ല. ആമേൻ. നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ആമേൻ. നിങ്ങൾ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. എന്നിട്ട് എന്താ പറഞ്ഞത്? ആകയാൽ
ആമേൻ. ആകയാൽ നിങ്ങൾ പുറപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ പുറപ്പെടണം. അർത്ഥം എന്താണെന്ന് അറിയാവോ? അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അധികാരം ലഭിച്ചത് ക്രിസ്തുവിന്, പ്രയോജനം എനിക്കും നിങ്ങൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്തു ചോദിച്ചാലും പിതാവ് നിങ്ങൾക്ക് തരും എന്നുള്ളത് നിങ്ങൾക്ക് പിതാവിനോടുള്ള ഉറപ്പാണ്. ആമേൻ. വചനം പറയുന്നു, തന്റെ ഹിതപ്രകാരം എന്തു ചോദിച്ചാലും അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ളത് നിങ്ങൾക്ക് എന്നോടുള്ള ഉറപ്പാണ്. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. മൂന്നാമത്തെ കാര്യം നോക്കിയേ, നിലനിൽക്കും. പറഞ്ഞേ, നിലനിൽക്കും എന്ന് പറഞ്ഞേ. നിലനിൽക്കും. ആമേൻ. കാര്യം എന്താ? നിലനിൽക്കാനുള്ള കാര്യം എന്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നോക്കിയേ, പുല്ലുണങ്ങുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:8 നോക്കിയേ. 40:8 നോക്കിയേ. പുല്ല് ഉണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ നിലനിൽക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ നിലനിൽപ്പ് അത് ദൈവത്തിന്റെ വചനത്തിലാണ്. ആമേൻ. നിങ്ങൾ എങ്ങനെയാ നിലനിൽക്കുന്നത്? ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾ നിലനിൽക്കുകയാ. പുല്ലുണങ്ങും, പൂവാടും. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താ? ആമേൻ. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താ? ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത അതൊരിക്കലും നശിക്കത്തില്ല, അതിന് നിലനിൽപ്പുണ്ട്. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പത്രോസിന്റെ 1 പത്രോസ് 1:25 നോക്കിയാൽ, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു, എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. നോക്കിയേ, അതുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. നോക്കിയേ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നോക്കിയേ. 2:6. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അപ്പോൾ നോക്കുക, ആരുമായിട്ടാ കൂട്ടായ്മ? കർത്താവുമായിട്ടല്ലേ കൂട്ടായ്മ. കൂട്ടായ്മയിൽ നടക്കുന്നവരല്ലേ നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം നോക്കിയേ. അപ്പോൾ നിങ്ങളുടെ വേരെവിടെയാ കിടക്കുന്നത്? പറഞ്ഞേ, എന്റെ വേര് ക്രിസ്തുവിലാണെന്ന് പറഞ്ഞേ. ഞാൻ നശിക്കാത്തതിന് കാരണമാണ് പറയുന്നത്. എന്താ നശിക്കാത്തതിന്റെ കാര്യം? എന്റെ വേര് കിടക്കുന്നത് ക്രിസ്തുവിലാ. ഞാൻ നിൽക്കുന്നത് വചനത്തിലാ. ഓ ഹല്ലേലൂയ. ഞാൻ നിൽക്കുന്നത് എവിടെയാ? ഞാൻ നിൽക്കുന്നത് വചനത്തിൽ. ഞാൻ നിൽക്കുന്നത് വചനത്തിൽ. എന്റെ വേര് കിടക്കുന്നത് എവിടെയാ? ക്രിസ്തുവിൽ. അവനിൽ വേരൂന്നിയും. അപ്പോൾ നോക്കിക്കേ, യേശുവിൽ വേരൂന്നിയാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? പറഞ്ഞേ, ആത്മീക വർധനവുണ്ടാകും. പറഞ്ഞേ, ആത്മീക വർധനവുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഒരു വൃക്ഷത്തിന്റെ വേര് മണ്ണിന്റെ അടിയിൽ കിടക്കുന്നല്ലേ. ആമേൻ. ഈ വൃക്ഷത്തിന്റെ വേര് ചെന്നിട്ട് ഹല്ലേലൂയ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന വളങ്ങളെയും ഹല്ലേലൂയ വെള്ളത്തെയും ഒക്കെ വലിച്ചെടുക്കും അല്ലേ. വലിച്ചെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വേര് ആമേൻ വലിച്ച് എടുക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഈ വളം കൊണ്ട് വെള്ളം കൊണ്ട് വൃക്ഷം വളരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങളുടെ വേര് ക്രിസ്തുവിലാണെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഗുണങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളിൽ ഉണ്ടാകും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് എന്താണ്? ആമേൻ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അവനിൽ വേരൂന്നിയും ആത്മീക വർധനവും പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താ? ആമേൻ പറഞ്ഞേ. നിങ്ങൾ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കണം. പറഞ്ഞേ, അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, വിശ്വാസത്തിൽ ഉറയ്ക്കണമെന്ന് പറഞ്ഞേ. വിശ്വാസത്തിൽ ഉറയ്ക്കണം. നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ആഴത്തിൽ പരിവർത്തിക്കുമ്പോഴാ നോക്കിയേ, കർത്താവിന്റെ വചനം പറയുന്നു, വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവനായ ക്രിസ്തു. അർത്ഥം എന്താ?
ഒരു ദൈവത്തിന്റെ പൈതൽ ഈ ഭൂമിയിൽ നിന്ന് ഒരു വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ വിശ്വാസത്തിന്റെ നായകൻ എന്ത് ചെയ്യുന്നു? അവൻ സ്വർഗത്തിൽ ഇരിക്കുകയല്ല, എന്താ ചെയ്യുന്നത്? അവൻ കൈ നീട്ടുകയാ. അവൻ കൈ നീട്ടി വിശ്വാസം ഏതരത്തിൽ നിന്ന് വന്നോ ആ വിശ്വാസത്തെ അവൻ കേറി പിടിക്കുകയാ. ആമേൻ. എന്തിനു വേണ്ടിയാ കേറി പിടിക്കുന്നത്? പൂർത്തി വരുത്താൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം അത് ക്രിസ്തുവിലൂടെയാ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അതിനെ പൂർത്തീകരിക്കുന്ന ഒരു യേശുവുണ്ട്. അതിനെ പൂർത്തീകരിക്കുന്ന ഒരു യേശുവുണ്ട്. നിങ്ങൾ രോഗം സൗഖ്യമായി എന്ന് വിശ്വസിക്കുമ്പോൾ അതിനെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇന്ന് പകൽ കാണാത്തതൊന്നിനെ നിന്റെ മനകാരിൽ നീ ഉറപ്പിക്കുമ്പോൾ സ്വർഗം അതിന് പൂർത്തീകരണം വരുത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം വിശ്വസിച്ചാൽ മതി, പ്രവർത്തിക്കുന്ന സ്വർഗമാ. വിശ്വാസമുള്ളവർ കരങ്ങൾ അടിച്ചിട്ട് പറ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്നിട്ട് നോക്കിയേ, ആമേൻ, 9-ാമത്തെ വാക്യം നോക്കിയേ. അവനിലല്ലോ ആമേൻ. അടുത്തത് ആമേൻ. അടുത്ത നോക്കിയേ, അടുത്ത വാക്യം എന്താ പറയുന്നത്? എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായവനിൽ. ആമേൻ. സ്തോത്രം. നോക്കിയേ, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ എങ്ങനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനിൽ നിങ്ങൾ മറഞ്ഞിരിക്കുക. അവനിൽ നിങ്ങൾ മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, യേശു നിങ്ങളുടെ മുമ്പിൽ, നിങ്ങൾ യേശുവിന്റെ പുറകിൽ. അബ്രഹാമിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞല്ലേ? അബ്രഹാമേ, എന്താ പറഞ്ഞത്? അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, അതിമഹത്തായ പ്രതിഫലം. അബ്രഹാമിന്റെ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, സകല വാഗ്ദത്തവും ക്രിസ്തു യേശുവിലൂടെ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, അന്ന് അബ്രഹാമിനോട് ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, അന്ന് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണം അത് എന്നിലൂടെയും നിങ്ങളിലൂടെയും വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ, സ്തോത്രം. വചനം പറയുന്നു, അങ്ങനെ വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ സന്തതികൾ. ഹല്ലേലൂയ. ആരാ അബ്രഹാമിന്റെ സന്തതികൾ? ആമേൻ. അബ്രഹാമിന്റെ സന്തതികൾ വിശ്വാസികളാ. ആമേൻ. അപ്പോൾ വിശ്വാസികളാണ് അബ്രഹാമിന്റെ സന്തതികൾ എങ്കിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ സകല വാഗ്ദത്തവും ആരോടാ സംസാരിച്ചത്? സ്വർഗം സംസാരിച്ചത് ഇസ്രായേലിനോടല്ല, ഇസ്മായേലിയ സന്തതിയോടല്ല. അബ്രഹാം ദൈവം സംസാരിച്ചത്, ഹല്ലേലൂയ, സ്തോത്രം, ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ തേജസ്സുള്ള മക്കൾ, ഹല്ലേലൂയ, സ്തോത്രം, തേജസ്സുള്ള മക്കൾ യേശു ക്രിസ്തുവിലൂടെ പുറത്തു വരും. ആ മക്കളോട് സ്വർഗം സംസാരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ഒന്നുകൂടെ ആഴത്തിൽ ചിന്തിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞില്ലേ, കൈപിടിച്ചു പുറത്തു കൊണ്ടുപോയിട്ട് പറഞ്ഞൊരു ദൂതുണ്ട്, നീ ആകാശത്തിലേക്ക് നോക്ക്, നക്ഷത്രത്തെ എണ്ണാൻ കഴിയുമോ? പറ്റത്തില്ലല്ലോ. ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ, ഹല്ലേലൂയ, സ്തോത്രം, ഇതുപോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതുപോലെ ആത്മാവിൽ ജനിക്കുന്ന ഒരു തലമുറ പുറത്തു വരും. ആത്മാവിൽ ജനിക്കുന്ന ഒരു തലമുറ പുറത്തു വരും. അവരത്രേ അബ്രഹാമിന്റെ സന്തതികൾ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനിച്ച തലമുറ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, യേശുവിന്റെ ജനനവും, യേശുവിന്റെ ജനനം എങ്ങനായിരുന്നു? യേശുവിന്റെ ജനനം എങ്ങനായിരുന്നു? യേശുവിന്റെ ജനനം, ആമേൻ, എങ്ങനെയാ സംഭവിച്ചത്? ആമേൻ, ഹല്ലേലൂയ. മറിയയുടെ അടുത്ത്
മറിയയുടെ അടുത്ത് ആമേൻ ഹല്ലേലൂയ ദൂതൻ വന്നിട്ട് പറഞ്ഞ എന്താ? കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. എന്നിട്ട് എന്താ പറഞ്ഞേ? അത്യുന്നതന്റെ നിന്റെ ഹല്ലേലൂയ കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആമേൻ. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേരിടണം. മറിയ എന്താ പറഞ്ഞേ? പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ആമേൻ. പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ദൂതൻ എന്താ പറഞ്ഞത്? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആമേൻ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. രണ്ടു കാര്യങ്ങൾ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ. നിന്നിൽ ഉത്ഭവിക്കുന്ന പ്രജ അത് വിശുദ്ധ പ്രജ. ഓ ഹല്ലേലൂയ. നിന്നിൽ ഉത്ഭവിക്കുന്ന പ്രജ അത് വിശുദ്ധ പ്രജ. ആമേൻ. ഹല്ലേലൂയ. ആ വിശുദ്ധ പ്രജയുടെ പ്രത്യേകത എന്താ? അവൻ ലോകത്തിന്റെ പ്രഭു വരുന്നു. യേശു നിന്നിട്ട് പറഞ്ഞു, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവനും ഞാനുമായി ഒരു കാര്യവുമില്ല. അർത്ഥമെന്താ? ലോകത്തിൽ ഉള്ളതൊന്നും അവന്റെ ശരീരത്തിലില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ യേശു പറഞ്ഞത്, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ കാക്കണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരെ കാക്കണം. നോക്കിക്കേ, അപ്പോൾ യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവും ദൈവ സാന്നിധ്യത്തിലും അല്ലായിരുന്നു. അത്യുന്നതന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ വരവ്, ഇത് രണ്ടിലൂടെ ഒരു വിശുദ്ധ പ്രജ, ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, ഉളവായി. അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മുടെ വീണ്ടും ജനനം എങ്ങനാ? നമ്മുടെ വീണ്ടും ജനനം, ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1:12 നോക്കിക്കേ. 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. വചനം ജഡമായി തീർന്നു. ആമേൻ. നോക്കുക, അവർ ജഡത്തിൽ നിന്നല്ല, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ ഒന്നുകൂടെ ആഴത്തിൽ ചിന്തിച്ചാൽ, യേശു കർത്താവ് പരിശുദ്ധാത്മാവിനാലും ദൈവ സാന്നിധ്യത്താലുമല്ലേ ജനിച്ചത്. അപ്പൊ എന്റെയും നിങ്ങളുടെയും വീണ്ടും ജനനം എങ്ങനാ? ആമേൻ. നിങ്ങൾ എങ്ങനാ ജനിച്ചത്? വീണ്ടും ജനിച്ചത്, ആമേൻ, ആമേൻ, രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ. ആമേൻ. ഈ നിക്കോദീമോസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശു കർത്താവിന്റെ അടുക്കൽ രാത്രിയിൽ ചെന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത പരീശന്മാരുടെ പ്രമാണിയാണ്. ഇദ്ദേഹം ചെന്നിട്ട് യേശുവിനോട് കാര്യം ചോദിച്ചു. യേശുവേ, അങ്ങ് സ്വർഗത്തിൽ നിന്ന് വന്ന ആളാണെന്ന് എനിക്കറിയാം. കാര്യം എന്താ? അല്ലെങ്കിൽ ഈ അത്ഭുതം ആരെ കൊണ്ടും പറ്റത്തില്ലെന്ന്. എന്ത് അത്ഭുതമുണ്ട്? 2-ാം അധ്യായത്തിന്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ, 3-ാം അധ്യായം പറഞ്ഞ് യോഹന്നാൻ 2 നോക്കുമ്പോൾ, അവിടെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഈ കല്യാണത്തിന്റെ അകത്ത് അമ്മ മറിയ ചെന്നിട്ട് യേശുവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, വീഞ്ഞു തീർന്നുപോയി, സ്ത്രീയെ നിനക്കും എനിക്കും തമ്മിൽ എന്ത് എന്ന് ചോദിച്ച് നിൽക്കുന്ന യേശുവിന്റെ അടുക്കൽ നിന്ന് അമ്മ ചെന്നിട്ട് ബാല്യക്കാരോട് പറഞ്ഞു, പുത്രൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവീൻ. പ്രൈസ് ദി ലോർഡ്. വ്യാഖ്യാനിക്കാൻ ഒത്തിരി ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല, വേഗത്തിൽ അവസാനിപ്പിക്കാം. സ്തോത്രം. നോക്കിക്കേ, വെളിമ്പ്രദേശത്ത് കിടക്കുന്ന കൽഭരണി വക്കോളം വെള്ളം നിറച്ചു. എന്തിനാ വക്കോളം നിറച്ചത്? ആമേൻ. വക്കോളം വെള്ളം നിറപ്പീൻ. അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇനിയും ലോകത്തിന്റെ ഒരു കലർപ്പ് ഇതിന്റെ അകത്ത് വരാൻ പാടില്ല. ആർക്കും വേണ്ടാതെ കിടക്കുന്ന കൽഭരണി, ആമേൻ, അതിന്റെ അകത്ത് വക്കോളം വെള്ളം നിറച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്?
ഹല്ലേലൂയ സ്തോത്രം. യേശു അവിടെ നിന്ന് പ്രാർത്ഥിച്ചൊന്നുമില്ല. യേശു പറഞ്ഞ എന്താ ചെയ്തത്? ഈ ഈ വെള്ളം കോരിക്കൊണ്ട് വിരുന്നു വാഴിക്ക് കൊടുപ്പീൻ. അവൻ രുചിച്ചു നോക്കിയാറ്. ഹല്ലേലൂയ. അവൻ രുചിച്ചു നോക്കിയാറ് മേത്തരമായ വീഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ചരിത്രം വെച്ച് നോക്കിയാൽ വർഷങ്ങൾ വേണം വീഞ്ഞുണ്ടാക്കാൻ, മാസങ്ങൾ വേണം വീഞ്ഞുണ്ടാക്കാൻ. എന്നാൽ നോക്കിക്കേ, ആമേൻ, ബാല്യക്കാരൻ കോരി വിരുന്നുവാടിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ അതിന്റെ വായിലൊഴിക്കുമ്പോൾ വെള്ളത്തിന്റെ രുചി മാറ്റിയ ഒരു ദൈവം. ഇതിനെ ഞാൻ നിക്കോദീമോസ് കണ്ടത്. ഈ ദൈവത്തെ അവൻ കണ്ടപ്പോ പറഞ്ഞു, നീ സ്വർഗത്തിൽ നിന്ന് വന്നവൻ തന്നെ. ഹല്ലേലൂയ. ഇതുപോലെ നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതം അത്ഭുതമായി മാറും. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് നിക്കോദീമോസ് യേശുവിനോട് ചോദിക്കുക, ഞാൻ വീണ്ടും ജനിപ്പാൻ എന്ത് ചെയ്യണം? അമ്മയുടെ ഉദരത്തിൽ കയറണമോ? യേശു എന്താ പറഞ്ഞത്? വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആമേൻ നീ സ്വർഗരാജ്യം കാണത്തില്ല. എങ്ങനെയാ ജനിക്കേണ്ടത്? വെള്ളത്താലും ആത്മാവിനാലും. കരങ്ങൾ അടിച്ചു ദൈവത്തിന് സ്തോത്രം പറ. നിങ്ങളുടെ വീണ്ടും ജനനം എങ്ങനെയായിരുന്നു? വെള്ളത്താലും ആത്മാവിനാലും. ഓ, കരങ്ങൾ അടിച്ച്. യേശു ജനിച്ചത്, ഹല്ലേലൂയ, എപ്രകാരമായി യേശു ജനിച്ചത്? അത്യുന്നതന്റെ ശക്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ, അത്യുന്നതന്റെ ശക്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ യേശുവിന്റെ ജനനവും എൻ്റെ വീണ്ടും ജനനവും ഒരുപോലെയാണെന്ന്? ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? നിങ്ങളുടെ വീണ്ടും ജനനം യേശുവിന്റെ ജനനം പോലെ തന്നെയാ. അതുകൊണ്ടാണ് നിങ്ങളെ വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. കൊരിന്ത്യ ലേഖനത്തിനകത്ത് പറയുന്നത്, ഹല്ലേലൂയ സ്തോത്രം, അശുദ്ധമായതൊന്നും തൊടരുത്. കാര്യമെന്താ? നിങ്ങൾ സംതിങ് സ്പെഷ്യലാണ്. നിങ്ങൾ വിശുദ്ധ മക്കളാണ്. ആമേൻ. നാം വിശുദ്ധ മക്കളായി ഈ ദേശത്ത് കാലുറപ്പിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാട്ടെ. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം, ആമേൻ, ഹല്ലേലൂയ, കൊലോസിലേക്ക് കടന്നു വന്നേ. അവിടെ ഇങ്ങനെ പറയുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. ആമേൻ. 19ാമത്തെ വാക്യം നോക്കിക്കേ. ആമേൻ. 19ാമത്തെ വാക്യം നോക്കിക്കേ. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ തലയാരാ? നിങ്ങളുടെ തലയാരാ? നിങ്ങളുടെ വേരെവിടെയാ? ഒന്നും പിടി കിട്ടുന്നില്ല. നിങ്ങളുടെ വേരെവിടെയാ? അവനിൽ വേരും നാം പറഞ്ഞില്ലേ? ആത്മീക വളർച്ച പ്രാപിപ്പാൻ പറഞ്ഞില്ലേ? അപ്പൊ വേര് ക്രിസ്തുവിൽ, തല ക്രിസ്തുവിൽ. ഹല്ലേലൂയ. നിങ്ങൾ ആരാ? നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമാ. ഓ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പറഞ്ഞു, അവർ എൻ്റെ കയ്യിലിരിക്കുന്ന വെൺമഴു. ഹല്ലേലൂയ സ്തോത്രം. നീ എൻ്റെ കയ്യിലിരിക്കുന്ന വെൺമഴു. ഇന്ന് പുതിയ നിയമ വിശുദ്ധന്മാരോട് ദൈവം പറയാ, നീ വെൺമഴു അല്ലടാ, നീ എൻ്റെ അവയവമാ. നീ എൻ്റെ അവയവമാ. നീ വായി തുറന്ന് സംസാരിച്ചാൽ അത് അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് കർത്താവിന്റെ വചനം, അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11 പറയുന്നു, 4 പറയുന്നു, എന്താണെന്ന് അറിയാമോ? അവൻ വായെന്ന വടി കൊണ്ട് ഭൂമിയെ അടിക്കും. അവന്റെ അധരത്തിന്റെ ശ്വാസം, അവന്റെ അധരത്തിന്റെ ശ്വാസം ദുഷ്ടനെ കൊല്ലും. അവന്റെ ആദരത്തിന്റെ ശ്വാസം, ആദരത്തിന്റെ ശ്വാസം ഇന്ന് പകൽ നിങ്ങൾ വായി തുറന്നാൽ അത് പൈശാചിക മണ്ഡലങ്ങളുടെ തലമേലൊരു വെട്ട. നിങ്ങൾ വായി, നിങ്ങൾ വായ തുറന്നാൽ അത് പൈശാചിക ശക്തിയുടെ തലമേലൊരു വെട്ട. അതുകൊണ്ടല്ലേ നിങ്ങളുടെ വായ തുറക്കാതെ പിശാചിങ്ങനെ പൂട്ടി വെച്ചേക്കുന്നത്. ആമേൻ. പിശാചിനറിയാം, ഇവൻ അബദ്ധവശാൽ എന്തെങ്കിലും വായ തുറന്ന് സംസാരിച്ച എനിക്ക് ദേശത്ത് നിൽക്കാൻ കഴിയത്തില്ല. പാതാളം തുറക്കട്ടെന്ന് പറഞ്ഞാൽ തുറക്കും.
പിശാചെ പോകാൻ പറഞ്ഞ പോകും. കാര്യം എന്താ? അത്രയ്ക്ക് പവറാകത്തിരിക്കുന്നേ, അത്രയ്ക്ക് പവറാ എൻ്റെ അകത്തിരിക്കുന്നേ. പറ, അത്രയ്ക്ക് പവർ എൻ്റെ അകത്തുണ്ട്. സാധാരണ ശക്തിയല്ല, ഡുനാമിക്സ് പവർ, ഡുനാമിക്സ് പവർ. പറ, ഓ ഹല്ലേലൂയ. പിശാചിനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, അതുകൊണ്ടല്ലേ ദാവീദ് പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ഓ ഹല്ലേലൂയ മതിൽ ചാടി, മതിൽ ചാടി, മതിൽ ചാടി. പറഞ്ഞ്, ഓ യേശുവിന്റെ നാമം ജയം. മതിൽ ചാടി, മതിൽ ചാടി. ഓ ഹല്ലേലൂയ. ദൈവം കത്തിച്ചവൻ പറയും, ദൈവം കത്തിക്കിട്ടിയവൻ പറയും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലു, എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. എത്ര വലിയ പ്രതികൂലം പിശാച് നിങ്ങളുടെ മുമ്പിൽ കെട്ടി ഉയർത്തിയാലും സ്വർഗം പറയാ, ഇല്ല, നിങ്ങൾ ഒതുങ്ങത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറ, പറ, ഉറച്ചു പറ, ഒതുങ്ങത്തില്ലെന്ന് പറ, ഉറച്ചു പറ, ഒതുങ്ങത്തില്ലെന്ന് പറ, ഒതുങ്ങത്തില്ല. ഏത് പ്രതികൂലത്തെയും നിങ്ങൾ ചാടിക്കടക്കും, ഏത് പ്രതിസന്ധിയെയും നിങ്ങൾ ചാടിക്കടക്കും, ഏത് പ്രതിസന്ധിയെയും നിങ്ങൾ ചാടിക്കടക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. മനസ്സിലായോ? ദൈവസന്തതികൾ, ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു, ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നു. ആമേൻ. നമ്മുടെ വേർഷനിൽ അങ്ങനെയാണ്, നമ്മുടെ ബൈബിളിൽ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വേറൊരു വേർഷനിൽ എഴുതി പറഞ്ഞത്, ദൈവത്തിൽ നിന്നുള്ളവൻ അവൻ്റെ വാക്ക് കേൾക്കുന്നു, അവൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ ലോകത്തിന്റെ ശബ്ദമല്ല കേൾക്കേണ്ടത്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ആരുടെ ശബ്ദം കേൾക്കണ്ടേ? പറഞ്ഞേ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞേ. ദൈവത്തിന്റെ ശബ്ദം. എന്താ നിങ്ങളുടെ പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നതാ പ്രാർത്ഥന, അല്ലേ? ആമേൻ. ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന, അല്ലേ? സ്തോത്രം. ആമേൻ. ഇപ്പൊ ദൈവത്തോട് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നല്ലേ, നിങ്ങൾ ആമീൻ പറയുന്നത് ഞാനും കേൾക്കുന്നു. ഞാൻ ഇങ്ങനെ കുറേ നേരം പ്രസംഗിച്ചിട്ട് നിങ്ങൾ മിണ്ടായിരിക്കുകയാണെങ്കിൽ ഞാൻ അരമണിക്കൂർ പ്രസംഗിക്കാൻ വന്നിട്ട് ആമേൻ 10 മിനിറ്റ് പ്രസംഗിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകും. കാര്യം എന്താ? ഹല്ലേലൂയ. നിങ്ങൾ എന്നോട്, അപ്പം നമ്മൾ ദൈവത്തോട് സംസാരിച്ച ദൈവം നമ്മോട് സംസാരിക്കുന്നില്ലേ? അപ്പൊ എങ്ങനെയാ ദൈവം നമ്മോട് സംസാരിക്കുന്നത്? ദൈവം നമ്മോട് വചനത്തിലൂടെ സംസാരിക്കും. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നമ്മോട് വചനത്തിലൂടെ സംസാരിക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമീൻ. അതുകൊണ്ടല്ലേ റോമാലേഖനം 8-ാം അധ്യായം, ആമേൻ, 10-ാം അധ്യായം, റോമാലേഖനം 10-ാം അധ്യായം നോക്കിയേ, 10-ന്റെ 8 വായിച്ച്. വചനം നിന്റെ സമീപമായി, ആമേൻ, നിന്റെ വായിലും എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന വചനം നിന്റെ വായിലൂടെ പുറപ്പെടണം. വചനം നിനക്ക് സമീപമായി, സമീപസ്ഥമായി, വചനം നിനക്ക് സമീപമായി. നിന്റെ വായിൽ എന്തുണ്ട്? വചനം. നിന്റെ ഹൃദയത്തിൽ എന്തുണ്ട്? വചനമുണ്ട്. അപ്പോൾ നോക്കുക, നമ്മുടെ വായിലും നമ്മുടെ ഹൃദയത്തിലും വചനമുണ്ട്. ആമേൻ. നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ട്? അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊരു വചനം തെളിയുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം സംസാരിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സംസാരിക്കുന്നു. ദൈവശബ്ദം കേട്ടവരുണ്ടോ? ദൈവശബ്ദം കേട്ടവരുണ്ടോ? കരങ്ങൾ അടിച്ചിട്ട് പറ, എന്നോട് പലപ്പോഴും ദൈവം സംസാരിച്ചു, പക്ഷെ ഞാനത് അനുഭവിച്ചില്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ ഹൃദയത്തിൽ അവൻ വചനം തരും. ഓ, അവൻ നിന്നോട് സംസാരിക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടും. പെരുവെള്ളത്തിന്റെ അകത്ത് നിന്ന് നിന്നെ വലിച്ചെടുക്കും. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. അവർ നിന്നിലും
ബലവാന്മാരായാലും ഹല്ലേലൂയ അവർക്ക് നിന്നെ ജയിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ, സന്തോഷത്തോടെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ ശബ്ദം എങ്ങനെ കേൾക്കുന്നത്? പറഞ്ഞേ, എങ്ങനെ കേൾക്കുന്നേ? വചനത്തിലൂടെ. ദൈവ സാന്നിധ്യം എങ്ങനെ അനുഭവിക്കുന്നേ? ആരാധനയിലൂടെ. ആരാധിക്കാൻ എന്തിനാ പറയുന്നേ? സാന്നിധ്യം അനുഭവിക്കാൻ അല്ലേ? ആരാധിക്കുമ്പോൾ എന്ത് വെളിപ്പെടും? ദൈവ സാന്നിധ്യം വെളിപ്പെടും. ദൈവ സാന്നിധ്യം വെളിപ്പെടും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കും, വചനത്തിലൂടെ ദൈവം സംസാരിക്കും. ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വിടും. അപ്പൊ ഇതെല്ലാം വേണോ? വേണോ? ആമേൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ കൂടെ പറഞ്ഞു. സ്തോത്രം. ഇവിടെ കർത്താവിന്റെ വചനം പറയാണ്, അവന്റെ വാക്ക് കേൾക്കുന്നു. എന്ത് ചെയ്യുന്നു? അവന്റെ വാക്ക് കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 22-ാമത്തെ വാക്യം നോക്കി. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. സ്തോത്രം. 2-ാമത്തെ വാക്യം നോക്കി. ആമേൻ. 19:2. ആമേൻ. ആമേൻ. നോക്കിക്കേ. ഹല്ലേലൂയ. സ്തോത്രം. ബാലിന്റെ പ്രവാചകന്മാരെ വെട്ടിക്കൊന്നവൻ, കാർമേലിൽ പ്രാർത്ഥിച്ച് തീ ഇറക്കിയവൻ അല്ലേ? ആഹാബിന്റെ കൊട്ടാരത്തിൽ കയറിയിട്ട് ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പ്രവാചകൻ. ഹല്ലേലൂയ. ഒരു സ്ത്രീയുടെ ശബ്ദത്തിന്റെ മുമ്പിൽ അവൻ പതറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. സ്ത്രീയുടെ ശബ്ദത്തിന്റെ മുമ്പിൽ പതറിപ്പോയി. എങ്ങനെയാ പതറിയത്? ഹല്ലേലൂയ. അവൻ ചൂരച്ചൊടിയുടെ ചുവട്ടിൽ കയറിയിട്ട് ദൈവത്തോട് പറയുക, മതി കർത്താവേ, എന്റെ പ്രാണനെ എടുക്കണം, എനിക്കിനി ജീവിക്കണ്ട അല്ലേ? എനിക്കിനി എന്ത് ചെയ്യണ്ട? സ്തോത്രം. എനിക്ക് മരിച്ചാ മതി എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കും? നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ? ഇവിടെ ഒരു മനുഷ്യൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അതൊരു വല്ലാത്ത പ്രാർത്ഥനയല്ലേ? പക്ഷെ എന്നിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ അകത്ത് എത്ര നിരാശ കാണും. കാര്യം എന്താ? ഒരു പെണ്ണിന്റെ കൈ കൊണ്ട് ചാകുന്നതിനേക്കാളും നല്ലത് ഇവിടെ കിടന്ന് ചാകുന്നതല്ലേ എന്നാ മനുഷ്യൻ ചിന്തിച്ചു കാണും അല്ലേ? ആമേൻ. സ്തോത്രം. അപ്പോൾ മരണം കാത്തു കിടക്കുന്ന ഏലിയാവ്, ഈ മരണം കാത്തു കിടക്കാൻ ഉള്ള കാരണം എന്താ? ഒരു സ്ത്രീയുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ശബ്ദം നിന്നെ നിരാശയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നിന്നെ ജീവനിലേക്ക് കൊണ്ടുവരും. കരങ്ങൾ അടിച്ചു ദൈവത്തിന് സ്തോത്രം പറ. ഹല്ലേലൂയ. ഈസബേലിന്റെ ശബ്ദം ഏലിയാവേ അങ്ങേ മരണത്തിലേക്ക് കൊണ്ടുപോയി. മരിച്ചാ മതി എന്ന് അങ്ങ് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചാ മതി എന്ന് അങ്ങ് പറഞ്ഞു. കാര്യം എന്താ? അത് ലോകത്തിന്റെ ശബ്ദമാ. ആരുടെ ശബ്ദമാ? ലോകത്തിന്റെ ശബ്ദം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതും മരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 27:22 നോക്കിക്കേ. 27:22. ആമേൻ. നോക്കിക്കേ. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പീൻ. ആമേൻ. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. അടുത്ത വാക്യം വായിച്ചേ. ഇതാ വിഷയം. എന്താ? എന്റെ ഉടയവൻ, ഞാൻ സേവിച്ചു വരുന്നവനുമായ, സ്തോത്രം, ഹല്ലേലൂയ. നോക്കിയേ, ഇവിടെ പൗലോസ് പറയുക, എനിക്കൊരു ഉടയവനുണ്ട്, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ എന്നെ വിളിച്ചു വേർതിരിച്ച, ഹല്ലേലൂയ, ഒരു ദൈവം എനിക്കുണ്ട്.
Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം. ആമേൻ. Hallelujah. എന്നെ വിളിച്ചു വേർതിരിച്ച ഒരു ദൈവമുണ്ട്. എന്റെ ഉടയവൻ, ഞാൻ സേവിച്ചു വരുന്ന ദൈവത്തിന്റെ ദൂതൻ. ആമേൻ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നിട്ടൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? അടുത്ത വാക്യം നോക്കിയേ. ആമേൻ. നോക്കുക. ഹല്ലേലൂയ. സ്തോത്രം. 14 ദിവസം ഒരു കടലിന്റെ അകത്ത് കപ്പലിൽ അലയുന്ന ഈ ആമേൻ വെളിച്ചം കാണാതെ അലയുന്ന പൗലോസിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുക, പൗലോസേ ഭയപ്പെടരുത്. ഇന്ന് പകൽ വിശ്വസിക്ക്, നിന്റെ പ്രതികൂലത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രതിസന്ധിയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഓ, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് എന്റെ നിലനിൽപ്പ് എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല. ഒരുവൻ എന്റെ ഉള്ളിലുണ്ട്. അവന്റെ മിടുക്ക്, അവന്റെ പ്രാപ്തി, അവന്റെ കഴിവിൽ ഞാൻ ജീവിക്കുക. ഇന്ന് പകൽ പറ, എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, എന്റെ ഉള്ളിൽ ഒരുവനുണ്ട്. ഈ ലോകത്തെക്കാൾ ഹല്ലേലൂയ വലിയവൻ എന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസേ ഭയപ്പെടരുത്. ആമേൻ. കാര്യം എന്താ? നിന്റെ മേൽ ദൂതുണ്ട്. നിന്റെ മേൽ എന്തുണ്ട്? നിന്റെ മേൽ ദൂതുണ്ട്. പറഞ്ഞേ, എന്റെ മേൽ ദൂതുണ്ടെന്ന് പറഞ്ഞേ. എന്റെ മേൽ വാഗ്ദത്തമുണ്ടെന്ന് പറഞ്ഞേ. ഞാൻ ഇങ്ങനെ പറയും, വാഗ്ദത്തമുള്ളവനെ കല്ലേ വെച്ചരച്ചാൽ അവൻ തീരത്തില്ല. ആമേൻ. വാഗ്ദത്തം ഉള്ളവന്റെ മേൽ പാണ്ടിലോറി കയറിയാൽ അവൻ തീരത്തില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? വാഗ്ദത്തമുള്ളവനെ കല്ലേ വെച്ചരച്ചാൽ, ഈ സമ്മന്തി പോലെ അരച്ച് വിശാചി വെച്ചാൽ അതിന്റെ അകത്ത് നിന്ന് അവൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ. കല്ലെറിഞ്ഞ് പൗലോസ് ചത്തു എന്ന് പറഞ്ഞ് ജനം അവന്റെ മുറ്റും ചൂട് അവൻ കൂടി നിന്നപ്പോൾ പൗലോസ് പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. അവൻ ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അടരാ ദിഗരഗതിയാന്തര ശബ്ദപരവസ്യാന്തര. ഹല്ലേലൂയ. ശരീരത്തോട് കൂടിയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിയത്തില്ല, എന്നാൽ ഞാനൊന്ന് കേട്ടു. മനുഷ്യർക്ക് ഉച്ചരിച്ചു കൂടാൻ കഴിയാത്ത ഒരു ശബ്ദം മൂന്നാം സ്വർഗത്തോട് എന്നെ എടുത്തുകൊണ്ടുപോയി. എങ്ങനെയാ? ഹല്ലേലൂയ. പൈശാചിക മണ്ഡലം അവനെ കൊല്ലാൻ വേണ്ടി കല്ലെറിഞ്ഞപ്പോൾ സ്വർഗം അവനെ കൈകൾ കോരിയെടുത്തു. അവനെ മൂന്നാം സ്വർഗം കാണിച്ചു. ഇന്ന് പകൽ ഹല്ലേലൂയ വിശ്വസിക്ക്. ഇന്ന് പകൽ വിശ്വസിക്ക്. പൗലോസേ, നിന്റെ മേൽ വാഗ്ദത്തം ഉള്ളത് കൊണ്ട് നീ തകർന്നു പോകത്തില്ല. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ള ഒരു പൗലോസ് ഒരു കപ്പലിലുണ്ടെങ്കിൽ അതിന്റെ അകത്തുള്ള 272 പേർക്കും രക്ഷയാണ്. ഓ, വാഗ്ദത്തമുള്ള നീ ഒരു പട്ടണത്തിലുണ്ടെങ്കിൽ ആ പട്ടണം വിടുവിക്കപ്പെടും. ഓ, വാഗ്ദത്തമുള്ള നീ ഒരു ദേശത്തുണ്ടെങ്കിൽ, ഓ, വാഗ്ദത്തമുള്ള നീ ഒരു ദേശം, ഓ, ഒരു പവർ ഈ ശരീരത്തിൽ വെളിപ്പെടട്ടെ. പവർ വെളിപ്പെടട്ടെ. വാഗ്ദത്തമുള്ളവർ പുറത്തുക. വാഗ്ദത്തമുള്ളവർ പുറത്തുക. ചലിക്കട്ടെ. ദൈവശക്തി അടിക്കട്ടെ. ഓരോ കുഞ്ഞുങ്ങളുടെ മേലും ദൈവത്തിന്റെ ശക്തി അസാധാരണമാണ്.
വാഗ്ദത്തമുള്ള പൗലോസേ, നീ കപ്പലിലുണ്ടെങ്കിൽ നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് നിന്നിലൂടെ ഒരു വിടുതലുണ്ട്. നിന്നിലൂടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. ഉറച്ചു പറയാം ആമേൻ, ഹല്ലേലൂയ. ഒരൊറ്റ വാക്യം കൂടെ വായിച്ചാൽ അവസാനിപ്പിക്കാം. ഒന്ന് കൊലോസ്യ ലേഖനം 1:27. കൊലോസ്യ ലേഖനം 1:27 വായിച്ചേ. 1:27. അവനോട് ജാതികളുടെ ഇടയിൽ, ആമേൻ, ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആമേൻ. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ, ഹല്ലേലൂയ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. ആമേൻ, ഹല്ലേലൂയ. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം. ഈ മർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? മർമ്മം എന്താ? മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യത്തിനാണ് മർമ്മം എന്ന് പറയുന്നത്. എന്താ? ദൈവത്തിന്റെ രഹസ്യം, ദൈവം മറച്ചു വെച്ച രഹസ്യം. ഓ ഹല്ലേലൂയ. ആ രഹസ്യം എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവുള്ളവർക്ക് അവൻ വെളിപ്പെടുത്തി കൊടുക്കും. ആ രഹസ്യം എന്താണെന്നറിയാവോ? ഹല്ലേലൂയ, സ്തോത്രം. എന്താണെന്നറിയാവോ? ഈ മർമ്മത്തിന്റെ മഹിമാധനം. ഓ ഹല്ലേലൂയ. ഈ മർമ്മത്തിന്റെ, ഈ രഹസ്യത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. എന്താ ആ മർമ്മം? ആ രഹസ്യം. ഹല്ലേലൂയ. ആ രഹസ്യം എന്താ? മഹത്വത്തിന്റെ. മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വമാ വലിപ്പം. ദൈവത്തിന്റെ വലിപ്പമാ മഹത്വം. ദൈവത്തിന്റെ വലിപ്പം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ അകത്ത്, ആമേൻ, മാർത്തയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു. എന്താ? മാർത്തേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. നോക്കിക്കേ, മാർത്തയോട് പറയാ, മാർത്തേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ വലിപ്പം കാണും. എന്താ വലിപ്പം? അഴുകി പുഴുകി 4 നാളായി നാറ്റം വെച്ചു, പുറത്തു വരത്തില്ല എന്ന് ലോകം പറഞ്ഞവൻ ശബ്ദത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ അവൻ എഴുന്നേറ്റ് വന്നതുപോലെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗലോസ് പറയുക, മഹത്വത്തിന്റെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുഴുവലിപ്പവും അവനിലല്ലോ. ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് അവനിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വചനം പറയുന്നു, മഹത്വത്തിന്റെ ദൈവത്തിന്റെ മുഴുവലിപ്പവുമായി ഒരുവൻ നിന്റെ ഉള്ളിലുണ്ട്. അവന്റെ പേര് ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ക്രിസ്തു അകത്തുള്ളവരോട് സ്വർഗം സംസാരിക്കും. ഈ ക്രിസ്തു അകത്തുള്ളവരോട് സ്വർഗം സംസാരിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, ഒരു പ്രാവശ്യം കൂടി സ്തോത്രം പറഞ്ഞാട്ട്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ഇന്ന് രാവിലെ പകൽ കൈകൾ മാറോട് ചേർത്തിട്ട് പറ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്റെ ഉള്ളിലുണ്ട്, എന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും, എന്റെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. ഞാൻ ദൈവത്തിൽ നിന്നുള്ളവൻ തന്നെയാ, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവൻ തന്നെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൽ നിന്ന് ഉള്ളവൻ തന്നെയാ. കാര്യം എന്താ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിലിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മോട് പറഞ്ഞത്, ദൈവത്തിൻ്റെ
സന്തതി ആമേൻ ദൈവത്തിൽ നിന്ന് ഉള്ളവൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവനാണോ? നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. ദൈവം നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. ദേശത്തോടുള്ള ദൂത് ദൈവം നിങ്ങളോട് പറയും. വ്യക്തികളോടുള്ള ദൂത് ദൈവം നിങ്ങളോട് പറയും. നിങ്ങളെല്ലാവരും പ്രവാചകിമാരാ, നിങ്ങളെല്ലാവരും പ്രവാചകന്മാരാ, ശബ്ദം കേൾക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. ഒതുങ്ങിപ്പോകരുത്, ഒതുങ്ങിപ്പോകരുത്. ഒരു ദെബോരയെ ഉപയോഗിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. അന്ധകാര മണ്ഡലങ്ങൾക്ക് നിങ്ങളൊരു ഭീഷണിയാകട്ടെ. പൈശാചിക മണ്ഡലങ്ങൾക്ക് നിങ്ങളൊരു ഭീഷണിയാകട്ടെ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവൻ ഒഴുകി തുടങ്ങട്ടെ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവൻ ഒഴുകി തുടങ്ങട്ടെ. എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് യേശുവേ ഈ ജനത്തിന് മേൽ അങ്ങയുടെ ശക്തി, യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന് മേൽ അങ്ങയുടെ ശക്തിയെ റിലീസ് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അവരടിക്കട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നടുവേദന സൗഖ്യമാകട്ടെ. ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ അഴിയട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ കെട്ടുപോട്ടെ. പൈശാചിക സ്വാധീനങ്ങൾ അഴിഞ്ഞുപോട്ടെ. ഇപ്പോൾ പ്രബോധന കടഭാരങ്ങൾ നീങ്ങട്ടെ. കടഭാരങ്ങൾ നീങ്ങട്ടെ. കടഭാരങ്ങൾ നീങ്ങട്ടെ. ഈ സഭയുടെ അതിരുകൾ വിശാലമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സഭയുടെ അതിരുകൾ വിശാലമാകട്ടെ. വരണ്ട നിലത്ത് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തി നീ നനവുള്ള തോട്ടം, വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ. ഓ ഹല്ലേലൂയ. കേടു തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനപ്പെടുത്തുന്നവനെന്നും നിനക്ക് പേർ പറയും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തമുള്ള കുഞ്ഞുങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് മകൻ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മപകർച്ച സംഭവിക്കട്ടെ. ആത്മപകർച്ച സംഭവിക്കട്ടെ. ആത്മപകർച്ച സംഭവിക്കട്ടെ. ആത്മപകർച്ച സംഭവിക്കട്ടെ. ആത്മപകർച്ച സംഭവിക്കട്ടെ. ഓരോ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവേ അവിടുന്ന് പരിവർത്തിക്കുക. അവിടുന്ന് പരിവർത്തിക്കുക. വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ചതുപോലെ സ്വർഗമേ അവിടുന്ന് പരിവർത്തിച്ചതിനെ ഓർത്ത് സ്തോത്രം, 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 സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു. ഈ ജനത്തെ കർത്താവിന്റെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. ഇവർ സകലത്തിൽ ശുഭമാകട്ടെ. ഇവർ സകലത്തിൽ സുഖമാകട്ടെ. പൂർണ്ണ തൃപ്തിയുള്ള മക്കളാകട്ടെ. കർത്താവേ, നിറഞ്ഞ മനസ്സോടെ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗമത് ചെയ്തതോട് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഇത്രയും സമയം എനിക്ക് അനുവദിച്ചു തന്ന ദൈവത്തിന്റെ ദാസന്മാരോട് നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. Wow.